Welcome to BSc Main Physics. Paper 2, Statistical Physics, Research Methodology and Disaster Management, BSc Main. And we see today class number 20, semester 5, class number 20, thesis writing, preliminary section part 2. Thesis writing, the report writing, research report writing, preliminary section part 2. In the previous class, we have seen the part 1, where some of the items we have seen and the remaining items of the preliminary part section of research reporting is given here. This is writing preliminary section part 2. Preliminary section of thesis writing part 2. This part should contain the following items also. They are list of contents, list of tables and figures, preface and acknowledgement. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒപ്പം തന്നെ വേണ്ട അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഈ മെയിൻ ടെക്സ്റ്റ് ആരംഭിക്കുന്ന മുമ്പ് റിപ്പോർട്ടിൻ്റെ, റിസർച്ച് റിപ്പോർട്ടിൻ്റെ, തിസിസിൻ്റെ, ഡിസർട്ടേഷൻ്റെ മെയിൻ ടെക്സ്റ്റ് ആരംഭിക്കുന്ന മുമ്പ് കുറച്ച് ഭാഗങ്ങളുണ്ട്. അതിനെയാണ് പ്രിലിമിനറി സെക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു 4-5 പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെസ് നമ്പർ 19 പറഞ്ഞിരുന്നു. ബാക്കിയുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രിലിമിനറി സെക്ഷൻ ഓഫ് തിസിസ് റൈറ്റിംഗ് പാർട്ട് 2. ദിസ് പാർട്ട് ഷുഡ് കണ്ടെയ്ൻ ദി ഫോളോയിങ് ഐറ്റംസ് ഓൾസോ. ഇനി പറയുന്ന ഐറ്റംസ് അതിനകത്ത് വേണ്ടത് ഈ സെക്കൻഡ് പാർട്ടിൽ. അതൊക്കെ മറ്റേതിൻ്റെ കണ്ടിന്യൂഷനാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ. List of contents, list of tables and figures, preface and acknowledgement. What are they? We can see one by one. ഇവയെല്ലാം എന്താണെന്ന് നമുക്ക് ഒരു നോക്കാം. You look the table of contents. The table of contents. The table of contents is where you list the chapters and major sections of your dissertation along with their page numbers. The table of contents is where you list the chapters and major sections of your dissertation along with their page numbers. A clear and well formatted contents page is essential as it indicates a quality paper is to follow. അപ്പോൾ ടേബിൾ ഓഫ് കണ്ടൻസിൽ പറയുന്നത് എന്താണ്? ലിസ്റ്റാണ്. നമ്മുടെ ചാപ്റ്റേഴ്സ് ലിസ്റ്റ്, മേജർ സെക്ഷൻസ്, ഡിസർട്ടേഷൻ്റെ മേജർ സെക്ഷൻസ് ഒക്കെയാണ് വരുന്നത്. പേജ് നമ്പേഴ്സും വേണം. ഒരു വ്യക്തമായ നന്നായിട്ട് ഫോർമാറ്റ് ചെയ്ത കണ്ടൻസ് പേജ് അത് ആ പേപ്പറിൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റി പേപ്പറിന്, നല്ലൊരു ഡിസർട്ടേഷന് എസെൻഷ്യലാണ്, അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്. The table of contents belongs between the abstract and the introduction. The maximum length should be 2 pages. അപ്പോൾ ടേബിൾ ഓഫ് കണ്ടൻസ് വരുന്നത് അതിൻ്റെ സ്ഥാനം അബ്സ്ട്രാക്റ്റിൻ്റെയും ഇൻട്രൊഡക്ഷൻ്റെയും ഇടയ്ക്കാണ്. അബ്സ്ട്രാക്ഷൻ, ഇൻട്രൊഡക്ഷൻ ഏറെക്കുറെ സെയിം ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വരും. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻസ് കൊടുക്കുന്നത്. ദ മാക്സിമം ലെങ്ത് ഷുഡ് ബി 2 pages. ഇപ്പോൾ 2 പേജിൽ കവിയാൻ പാടില്ല ഈ ടേബിൾ ഓഫ് കണ്ടൻസ്. ദ കീ ഫീച്ചേഴ്സ് ഓഫ് എ കണ്ടൻസ് പേജ് ആർ. ഒരു കണ്ടൻസ് പേജിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? എ പേജ് ടൈറ്റിൽ, ക്ലിയർ ഹെഡിങ്സ് ആൻഡ് സബ് ഹെഡിങ്സ്, പേജ് നമ്പേഴ്സ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് where in the dissertation each section can be found. The key features of a condensed page are a page title, clear headings and subheadings, page numbers that indicate where in the dissertation each section can be found. അപ്പോൾ അതൊരു കണ്ടൻസ് പേജിൻ്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. ഒരു പേജ് റൈറ്റ് അത്യാവശ്യമാണ്. പിന്നെ ക്ലിയർ ഹെഡിങ്, സബ് ഹെഡിങ് വേണം. ഇപ്പോൾ സബ് ഹെഡിങ് ലെവൽ 1, ലെവൽ 2 ഒക്കെ ഉണ്ട്. ഇപ്പോൾ ലെവൽ 1 നിർത്താം.
Page numbers that indicate where the dissertation, each section can be found. അപ്പോൾ ഈ ഡിസർട്ടേഷൻ്റെ ഓരോ സെക്ഷനും എവിടെ വരും എന്നുള്ളതിൻ്റെ പേജ് നമ്പരും നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും. വാട്ട് ഇൻക്ലൂഡ് ഇൻ യുവർ ടേബിൾ ഓഫ് കണ്ടൻസ്? നിങ്ങൾ ടേബിൾ ഓഫ് കണ്ടൻസിൽ എന്തൊക്കെ വരാം? ഓൾ ലെവൽ 1 ആൻഡ് ലെവൽ 2 ഹെഡിങ്സ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ടേബിൾ ഓഫ് കണ്ടൻസ്. ടേബിൾ ഓഫ് കണ്ടൻസിൽ ലെവൽ 1, ലെവൽ 2 ഹെഡിങ്സ് ചേർക്കണം. ലെവൽ 3 ഹെഡിങ്സ് ആർ ഓപ്ഷണൽ ആൻഡ് ഷുഡ് ബി ഒമിറ്റഡ് ഇഫ് യു റൺ ഓവർ 2 pages. അപ്പോൾ ഈ കണ്ടൻസ് പേജ് 2 പേജിൽ കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് ലെവൽ 3 ഹെഡിങ്സ് ഒക്കെ ഒഴിവാക്കാം. ലെവൽ 1, ലെവൽ 2 ഹെഡിങ്സ് കൊടുക്കാം, സബ് ഹെഡിങ്സ് കൊടുക്കാം. ലെവൽ 3 ആയിട്ടുള്ള ഹെഡിങ്സ് നമുക്ക് ഒഴിവാക്കാം. കാരണം ഈ കണ്ടൻസ് പേജിൽ 2 പേജിൽ കൂടുതൽ വരിക അത് നമുക്ക് ചെയ്യാനുമില്ല. അതുകൊണ്ട് ഈ ഹെഡിങ്സിൻ്റെ ഈ ലെവൽ 3 ഹെഡിങ്സ് ഒഴിവാക്കാവുന്നതാണ്. എക്സാമ്പിൾസ് ഓഫ് ലെവൽ 1 ഹെഡിങ്സ് ആർ, ലെവൽ 1 ഹെഡിങ്സിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? എക്സാമ്പിൾസ് ഓഫ് ലെവൽ 1 ഹെഡിങ്സ് ആർ ഇൻട്രൊഡക്ഷൻ, ലിറ്ററേച്ചർ റിവ്യൂ, മെത്തഡോളജി ആൻഡ് ബിബ്ലിയോഗ്രാഫി. അപ്പോൾ ഇൻട്രൊഡക്ഷൻ, ലിറ്ററേച്ചർ റിവ്യൂ, മെത്തഡോളജി ആൻഡ് ബിബ്ലിയോഗ്രാഫി ഇവയാണ് ഈ ലെവൽ 1 ഹെഡിങ്സിൽ വരുന്നത്. സബ്സെക്ഷൻസ് ഓഫ് ഈച്ച് ഓഫ് ദീസ് വുഡ് ബി ലെവൽ 2 ഹെഡിങ്സ്. ഇതിൻ്റെ ഉപഭാഗങ്ങളാണ് ലെവൽ 2 ഹെഡിങ്സിൽ വരുന്നത്. ആൻഡ് ഫർദർ സബ്സെക്ഷൻസ് വുഡ് ബി ലെവൽ 3. അവയുടെയും ചെറിയ ഭാഗങ്ങളായിട്ട് വരുന്നത് ഉപഭാഗങ്ങൾ ലെവൽ 3 ഹെഡിങ്സ് ആയിട്ട് വരും. അത് വേണമെങ്കിൽ ഒഴിവാക്കാം, പേജ് കൂടുതൽ വരുന്നതുകൊണ്ട് ഒഴിവാക്കാം. അപ്പോൾ അത്രയാണ് ടേബിൾ ഓഫ് കണ്ടൻസ്. ഇനി നമ്പർ 2, ലിസ്റ്റ് ഓഫ് ടേബിൾസ് ആൻഡ് ഫിഗേഴ്സ്. അപ്പോൾ നല്ല ഒരു ഡിസർട്ടേഷനിൽ ഈ ടേബിൾസ് ഫിഗേഴ്സൊക്കെ എസെൻഷ്യലാണ്. നമുക്കറിയാം ഒരു നല്ല ചിത്രം ഒരു പേജ് എക്സ്പ്ലനേഷനേക്കാൾ എഫക്റ്റീവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നെങ്കിൽ നമുക്ക് നല്ലൊരു ചിത്രമുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. അപ്പോൾ ഈ ചിത്രത്തിന് അല്ലെങ്കിൽ ടേബിൾസിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ചാർട്ടിന്, ഗ്രാഫിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് ഡിസർട്ടേഷനകത്ത്. ലിസ്റ്റ് ഓഫ് ടേബിൾസ് ആൻഡ് ഫിഗേഴ്സ്, എഫക്റ്റീവ് യൂസ് ഓഫ് ടേബിൾസ് ആൻഡ് ഫിഗേഴ്സ് ഇൻ റിസർച്ച് പേപ്പേഴ്സ്. ഇപ്പോൾ എങ്ങനെ ഈ ടേബിൾസ് ഫിഗേഴ്സ് എങ്ങനെ റിസർച്ച് പേപ്പറിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം? എഫക്റ്റീവ് യൂസ്. Research papers are often based on copious amount of data that can be summarized and easily read through tables and graphs. When writing a research paper, it is important for data to be presented to the reader in a visually appealing way. The data in figures and tables, however, should. Research papers are often based on copious amount of data that can be summarized and easily read through tables and graphs. അപ്പോൾ ഒരു റിസർച്ച് പേപ്പറിനകത്ത് വളരെ കൂടിയ അളവിൽ ഡേറ്റ വരും. അത് നമുക്കൊരു ടേബിൾസ് അല്ലെങ്കിൽ ഗ്രാഫ് വെച്ച് നമുക്ക് സമ്മറൈസ് കാണിക്കാം. When writing a research paper, it is important for data to be presented to the reader in a visually appealing way. കാഴ്ചയ്ക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിൽ വേണം, ആകർഷകമായ രീതിയിൽ വേണം ഡേറ്റ പ്രസൻറ്റ് ചെയ്യാൻ. The data in figures and tables, however, should not be a repetition. ഈ ഡേറ്റ ഫിഗേഴ്സ് നമ്മൾ നേരത്തെ കൊടുത്തതിൽ റിപ്പീറ്റേഷൻ ആകാൻ പാടില്ല. should not be a repetition of the data found in the text. ടെക്സ്റ്റിനകത്ത് വരുന്ന ഡേറ്റകളുടെ റിപ്പീറ്റേഷൻ ആകാൻ പാടില്ല ഇത്. There are many ways of presenting data in tables and figures governed by a few simple rules. ചില ലളിതമായ റൂൾസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഡേറ്റ പ്രസൻറ്റ് ചെയ്യാൻ അനേകം വേയ്സ് ഉണ്ട്, അനേകം വഴികളുണ്ട്. യൂസിങ് ഫിഗേഴ്സ്, അപ്പോൾ ഈ ചാർട്ട് പോലെ തന്നെ മറ്റ് ഫിഗേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഫിഗേഴ്സ് ക്യാൻ ടേക്ക് മെനി ഫോംസ് സച്ച് ആസ് ബാർ ഗ്രാഫ്സ്, ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാംസ്, സ്കാറ്റർ പ്ലോട്ട്സ്, ഡ്രോയിങ്സ്, മാപ്സ് എക്സെട്ര. ചിത്രങ്ങൾ വെറും ഫോട്ടോഗ്രാഫിക് ചിത്രങ്ങൾ മാത്രമല്ല, മറിച്ച് ബാർ ഗ്രാഫ്, ഹിസ്റ്റോഗ്രാംസ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നതാണ്. ഹിസ്റ്റോഗ്രാംസ്, ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാംസ്, സ്കാറ്റർ പ്ലോട്ട്സ്, സ്കാറ്റർ ഡയഗ്രാം, ഡ്രോയിങ്സ്, മാപ്സ് ഇവയെല്ലാം ചേർക്കാം. വെൻ യൂസിങ് ഫിഗേഴ്സ് ഇൻ എ റിസർച്ച് പേപ്പർ, ഓൾവേസ് തിങ്ക് ഓഫ് യുവർ റീഡർ. ഏത് പടം ചേർത്താലും നിങ്ങളുടെ ഈ ഡിസർട്ടേഷൻ വായിക്കുന്നവരെ
കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അവർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ എഴുതി നിറയ്ക്കുന്നതിൽ വലിയ കാര്യമില്ല. വാട്ട് ഈസ് ദ ഈസിയസ്റ്റ് ഫിഗർ ഫോർ യുവർ റീഡർ ടു അണ്ടർസ്റ്റാൻഡ്? നമ്മുടെ റീഡറിന് മനസ്സിലാകുന്ന ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഫിഗർ ഏതാണ്? നമ്മളതറിയണം. ഹൗ ക്യാൻ യു പ്രസൻറ്റ് ദ ഡേറ്റ ഇൻ ദ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ് വേ? എങ്ങനെ ആ മോസ്റ്റ് എഫക്റ്റീവ് വേയിൽ ഫലപ്രദമായ രീതിയിൽ ഡേറ്റ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും? ഫോർ ഇൻസ്റ്റൻസ്, എ ഫോട്ടോഗ്രാഫ് മേ ബി ദ ബെസ്റ്റ് ചോയ്സ് ഇഫ് യു വാണ്ട് യുവർ റീഡർ ടു അണ്ടർസ്റ്റാൻഡ് സ്പേഷ്യൽ റിലേഷൻഷിപ്പ്. സ്പേഷ്യൽ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനായിട്ട് റീഡറിന് ഏറ്റവും സൂട്ടബിളായിട്ട് അനുയോജ്യമായിട്ട് വരുന്നത് ഒരു ഫോട്ടോഗ്രാഫാണ്. ഇതിനകത്ത് പ്രിഫൈസ് ഓഫ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഒരു ആമുഖം വേണമല്ലോ. പ്രിഫൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിഫൈസ് ഓഫ് എ thesis paper is the way an academic scholar introduces himself to the readers. A preface is a small introduction written by the author of the thesis paper to share the basic idea. The preface for a thesis paper is the way an academic scholar introduces himself to the readers. A preface is a small introduction written by the author of the thesis paper to share the basic idea. The preface for a thesis paper is the way an academic scholar introduces himself to the readers. അപ്പോൾ വായനക്കാർക്ക് ഒരു സ്കോളർ ഈ തിസീസ് എഴുതിയ ആൾ സ്വയം പരിചയപ്പെടുത്തുന്ന സ്ഥലമാണ് പ്രിഫൈസ്. പ്രിഫൈസിലൂടെയാണ് നമ്മൾ സ്വയം പരിചയപ്പെടുത്തുന്നത്. എ പ്രിഫൈസ് എ സ്മോൾ ഇൻട്രൊഡക്ഷൻ റിട്ടൺ ബൈ ദ ഓഥർ. ഓഥർ എഴുതുന്ന ഒരു ആമുഖമാണ് ഈ പ്രിഫൈസ്. ഓഫ് ദി ഓഥർ ഓഫ് ദി തിസിസ് പേപ്പർ ടു ബി ഷെയർഡ്. അപ്പോൾ ഓഥർ ഈ തിസിസ് പേപ്പർ എഴുതിയ ഓഥറിനെ കുറിച്ചും പേപ്പറിനെ കുറിച്ചും ഒരു ആമുഖം, അതാണ് പ്രിഫൈസ്. Writing their experience with the readers. The preface is written in the initial part of the dissertation. In your preface, start by conveying a small thanks to all those who have helped you complete your thesis. അപ്പോൾ ഈ തിസിസ് അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ആരൊക്കെ സഹായിച്ചോ അവരെ പറ്റിയൊന്ന് ഒരു മെൻഷനിങ് പ്രിഫൈസിൽ ആവശ്യമാണ്. അത് പ്രിഫൈസ് ഒരു ഡിസർട്ടേഷൻ ഇനിഷ്യൽ പാർട്ടാണ്. ഒരു സ്മോൾ താങ്ക്സ്, ചെറിയൊരു നന്ദി നമ്മളെ സഹായിച്ചവർക്കെല്ലാം അവിടെ പറയേണ്ടതുണ്ട്. അവസാനം നമുക്ക് വ്യക്തിപരമായിട്ട് പറയാം, പക്ഷേ ഇവിടെ പ്രത്യേകം ഒരു മെൻഷൻ. ഇനി ഈ പ്രിലിമിനറി സെക്ഷൻ്റെ നാലാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ പെട്ട അക്നോളജ്മെൻറ്റ്. നന്ദി പ്രകടനമല്ല, മറിച്ച് അവരുടെ പേരൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാമെന്നുള്ളതാണ് അക്നോളജ്മെൻറ്റ്. നോട്ട് എക്സാക്ട്ലി താങ്ക്സ് ഗിവിങ്. ആരൊക്കെ ഈ പ്രോസസ്സിൽ നമുക്ക് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട് അവരുടെയൊക്കെ പേരൊക്കെ കൊടുക്കുന്ന ഒരു രീതിയാണ്. ഇൻ എ റിസർച്ച് പേപ്പർ ആൻ അക്നോളജ്മെൻറ്റ് റെഫേഴ്സ് ടു ദ സെക്ഷൻ at the beginning of your thesis formatting where you show your appreciation for the people who contributed to your project. It is up to you to determine who you are most grateful to for helping you with the research. In a research paper, an acknowledgement refers to the section at the beginning of your thesis formatting. അപ്പോൾ നമ്മൾ അക്നോളജ്മെൻറ്റ് തിസിസ് ഫോർമാറ്റിക്കിൻ്റെ ആരംഭത്തിൽ കൊടുക്കുന്നതാണ്. വെർ യു ഷോ യുവർ അപ്രീസിയേഷൻ. നമ്മുടെ അപ്രീസിയേഷൻ അവിടെ കൊടുക്കുന്നത് ആർക്ക്? ഫോർ ദ പീപ്പിൾ ഹു കോൺട്രിബ്യൂട്ടഡ് ടു യുവർ പ്രൊജക്റ്റ്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ടി സംഭാവന ചെയ്ത അനേകം പേര് കാണും, അവരെയൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യണം ഈ അക്നോളജ്മെൻറ്റിൽ കൂടി. ഇറ്റ് ഈസ് അപ് ടു യു ടു ഡിറ്റർമിൻ ഹൂ ആർ ദി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഫോർ ഹെൽപ്പിംഗ് യു വിത്ത് ദി റിസർച്ച്. അപ്പോൾ റിസർച്ചിന് നമ്മളെ ആരാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചത് അവരെ പ്രത്യേകം ഓർത്ത് ഈ അക്നോളജ്മെൻറ്റിൽ എഴുതണം. അതിൻ്റെ ആ ഓർഡറിൽ ഗൈഡായിരിക്കും ആദ്യം വരുന്നത്. ഗൈഡിൻ്റെ പേരായിരിക്കും നമ്മൾ ആദ്യം പറയേണ്ടത്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്താൻ സാധ്യതയുള്ള ആൾ.
The acknowledgement for thesis is typically written in the first person, singular or plural. You will have to avoid getting too personal as this section is not meant to be a dedication. You will typically start with the person who was most important in your research work. The acknowledgement for this is typically written in the first person. ഫസ്റ്റ് പേഴ്സണിലാണ് ഐ എന്നുള്ള രീതിയിൽ വേണം എഴുതാൻ. ഐ റിമെമ്പർ അല്ലെങ്കിൽ ഐ റിമെമ്പർ ദ ഹെൽപ്പ് റെഡ്യൂഡ് ബൈ എന്നൊക്കെ എഴുതണം. The acknowledgement for thesis is typically written in the first person, singular or plural. You will have to avoid getting too personal as this section is not meant to be a dedication. അപ്പോൾ അക്നോളജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെഡിക്കേഷൻ അല്ല, സമർപ്പണമല്ല. അതുകൊണ്ട് ഒത്തിരി പേഴ്സണൽ ആകേണ്ട കാര്യമില്ല, ജനറലായിട്ട് മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഡെഡിക്കേറ്റഡ് ടു മൈ ഫാദർ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു സമീപനം അല്ല ഇവിടെ വേണ്ടത്. You will typically start with the person who was most important in your work. അപ്പോൾ ഈ വർക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിച്ച ആൾ ആരാണ്, അദ്ദേഹത്തെയാണ് ആദ്യം അക്നോളജ്മെൻറ്റിൽ മെൻഷൻ ചെയ്യേണ്ടത്. പ്രോബബ്ലി യുവർ റിസർച്ച് ഗൈഡ്, ദ പ്രൊഫസർ. This could be your professor, your supervisor, or the staff, or even your family and friends. അപ്പോൾ ഏറ്റവും കൂടുതൽ സഹായിച്ചത് പ്രൊഫസറായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാഫ് മെമ്പേഴ്സ് ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ സഹായിച്ച ആളാണ് ആദ്യം മെൻഷൻ ചെയ്യേണ്ടത്. മിക്കവാറും നിങ്ങളുടെ റിസർച്ച് ഗൈഡായിട്ടുള്ള പ്രൊഫസറായിരിക്കും, അദ്ദേഹത്തെ മെൻഷൻ ചെയ്യുക ഫസ്റ്റ്. The last people you should acknowledge are those who played a smaller role in your research. The last people you should acknowledge are those who played a smaller role in your research. അപ്പോൾ ഈ അക്നോളജ്മെൻറ്റിൽ അവസാനം നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് ചെറിയ റോള് മാത്രം, ചെറിയ പങ്കാളിത്തം മാത്രം, ചെറിയ ഷെയർ മാത്രം, ചെറിയ കോൺട്രിബ്യൂഷൻ മാത്രം ചെയ്തവരെയാണ് നമ്മൾ അവസാനം മെൻഷൻ ചെയ്യേണ്ടത്. റിസർച്ച് ഗൈഡിനെയൊക്കെയാണ് ആദ്യം മെൻഷൻ ചെയ്യേണ്ടത്. അങ്ങനെ വേണം അക്നോളജ്മെൻറ്റ് തയ്യാറാക്കുക. സോ ദിസ് കുഡ് ബി യുവർ പ്രൊഫസർ, യുവർ സൂപ്പർവൈസർ, അതാണ് ഫസ്റ്റ്. ദ സ്റ്റാഫ് ഓർ ഈവൻ യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ദ ലാസ്റ്റ് പീപ്പിൾ ഇൻ യുവർ അക്നോളജ്മെൻറ്റ് you should acknowledge are those who played a smaller minor role in your research. അപ്പോൾ എത്രയൊക്കെ എഴുതിയാലും നമ്മൾ ചിലർക്ക് വിട്ടുപോകാം, എങ്കിലും പരമാവധി ആൾക്കാർ ഉൾക്കൊള്ളിച്ചെഴുതുന്നത് വായിക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാകും. നമ്മൾ അവരെ സമീപിച്ചു എന്നുള്ള ഒരു കാര്യം അവരെ സംബന്ധിച്ച് വലുതായിരിക്കും. അപ്പോൾ അത് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇതാണ് ഈ പ്രിലിമിനറി സെക്ഷൻ്റെ രണ്ടാമത്തെ പാർട്ട്. അപ്പോൾ 2 പാർട്ട് കൊണ്ടാണ് പ്രിലിമിനറി സെക്ഷൻ നമ്മൾ തീർത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനൊക്കെ വാട്ട് ആർ ലിസ്റ്റ് ഓഫ് കണ്ടൻസ്, വാട്ട് ഇസ് ദ യൂസ് ഓഫ് ചാർട്ട്സ് ആൻഡ് ഫിഗേഴ്സ്, വാട്ട് ഈസ് പ്രിഫൈസ് ഇൻ എ ഡിസർട്ടേഷൻ, വാട്ട് ഈസ് വിൽ ബി അക്നോളജ്മെൻറ്റ് ഇൻ എ ഡിസർട്ടേഷൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാവുന്നതാണ്. That is solved with your 20th lecture on research methodology. Thank you very much.